ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത 1904 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസ്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ന റജുലൻ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ മുത്ത് നബിയുടെ അരികിലേക്ക് ഒരാൾ വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ, ഇന്നി അസ്വബ്തു ദംബൻ അളീമ, ഞാനൊരു ഭീകരമായ തെറ്റ് ചെയ്തു പോയി. എൻ്റെ അടുത്ത് നിന്നൊരു വലിയ തെറ്റ് സംഭവിച്ചു. ഞാനൊരു ഭീമാബദ്ധം ചെയ്തു പോയി, ഒരു ദോഷം ചെയ്തു പോയി. ഇനി എനിക്കതിനൊരു ഒരു പരിഹാരം എന്താണ് എന്ന് അങ്ങ് പറഞ്ഞുതരണം. ഇന്നീ അസൗത്തു, തീർച്ചയായിട്ടും ഞാൻ ചെയ്തു പോയി, ദമ്പൻ ദോഷം, അലീമൻ ഗുരുതരമായ ഒരു ദോഷം, ചെറുതൊന്നുമല്ല, ഒരു വലിയ തെറ്റിൻ്റെ അടുത്ത് പറ്റിപ്പോയി. ഫഹല്ലിയ മിൻ തൗബ, എനിക്ക് അതിന് പ്രായശ്ചിത്തമുണ്ടോ, തൗബ ഉണ്ടോ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ ദോഷങ്ങൾക്ക് പൊറുക്കപ്പെടാൻ പറ്റിയ ഒരു പ്രതിവിധി ഒന്ന് പറഞ്ഞേരി, ഞാൻ എന്താ ചെയ്യേണ്ടത്? കാല, ഇപ്പം നബിതങ്ങൾ പറഞ്ഞു, അടാ ഹല്ലക മിൻ ഉമ്മി, നിനക്ക് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ ചോദിച്ചു. കാല, അയാൾ പറഞ്ഞില്ല, എൻ്റെ ഉമ്മക്ക് മരിച്ചുപോയി, ഉമ്മ മരണപ്പെട്ടു പോയി, ഉമ്മയൊന്നുമില്ല. അപ്പം നബിതങ്ങൾ കാല ചോദിച്ചു, എന്നാ ഹല്ലക മിൻ ഖാലത്തിൻ, നിനക്ക് ഇളയമുണ്ടോ? ഉമ്മാൻ്റെ അഞ്ചത്തിമാരോ അല്ലെങ്കിൽ മൂത്തമ്മ ഉമ്മാൻ്റെ ഏട്ടത്തിമാരോ ഉമ്മാൻ്റെ സഹോദരിമാരാരെങ്കിലും ഉണ്ടോ ചോദിച്ചു. കാല, അപ്പം അയാൾ പറഞ്ഞു, ഞാൻ അതുണ്ട്, ഉമ്മ മരണപ്പെട്ടു പോയി, ഉമ്മക്ക് സഹോദരി ഉണ്ട്. കാല, നബിതങ്ങൾ പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യും, വേഗം ചെന്നിട്ട് ഫബിർറഹ, അവർക്ക് എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്തു കൊടുക്കുക, അവർക്ക് ഈ ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് സേവനം ചെയ്തു കൊടുക്കുക. അതോടെ നീ ചെയ്തു പോയ തെറ്റ് എത്ര ഗുരുതരമാണെങ്കിലും, നിന്നിൽ നിന്ന് സംഭവിച്ചു പോയ ദോഷം എത്ര ഭീകരമാണെങ്കിലും അത് പൊറുക്കപ്പെടാനും അള്ളാഹു മായ്ക്കാനും പറ്റിയൊരു വലിയ അമല് നിന്റെ അളയമാക്ക് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഖിദ്മത്ത് നന്മ ചെയ്ത് അവർക്ക് സേവനം നടത്തലാണ്, സേവനം ചെയ്യലാണ്. ഈ ഒരു ചെറിയ ഹദീസ് നമുക്ക് വലിയ ഒരു സന്ദേശം നൽകുന്നുണ്ട്. ഒരുപക്ഷെ നമ്മിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകൾ, മനുഷ്യന്മാരാണ്, മനുഷ്യനാകുമ്പോൾ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരിൽ നിന്ന് തെറ്റുകൾ വന്നു പോകും. കുല്ലു ബനി ആദമ ഖത്താ, എല്ലാ മനുഷ്യന്മാരും തെറ്റ് ചെയ്യും. ഹദീസിലുണ്ട്, എല്ലാ മനുഷ്യന്മാരും തെറ്റ് ചെയ്യും. തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരൊന്നുമില്ല. കാരണം നമ്മൾ മലക്കല്ല, നമ്മൾ അമ്പിയാക്കളുമല്ല, പാപസുരക്ഷിതരുമല്ല. അപ്പോൾ മനുഷ്യരിൽ നിന്ന് തെറ്റുകൾ വന്നു പോകും. ഏത് വലിയ തറവാട്ടിൽ പിറന്നാലും, എത്ര നല്ല മനുഷ്യനാണെന്ന് കരുതിയാലും, മനുഷ്യനാണോ, മനുഷ്യത്വത്തിൻ്റെ ദൗർബല്യങ്ങൾ ഉണ്ടാവും, തെറ്റ് പറ്റിപ്പോകും. എന്നിട്ട് നബിതങ്ങൾ പറയാണ്, പക്ഷേ തെറ്റ് പറ്റിയെന്ന് കരുതിയിട്ട് ആ തെറ്റ് പറ്റിയവരിൽ നിന്ന് ഏറ്റവും നല്ല മനുഷ്യന്മാരാരാണ്? തൗബ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ തൗബയുടെ മാർഗം, ഈ മനുഷ്യപ്പോൾ നബിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, ഞാൻ വലിയ തെറ്റ് പറ്റിപ്പോയി ചെയ്തു, എനിക്ക് എന്താ പ്രതിവിധി എന്നാ? ഒന്നുമില്ല, എൻ്റെ ഉമ്മ ഉണ്ടെങ്കിലും ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ഉമ്മാക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് കാര്യം ചെയ്തു കൊടുക്കുക. ഉമ്മ മരിച്ചെങ്കിൽ എൻ്റെ അമ്മാൻ്റെ സഹോദരിമാർക്ക് നന്മ ചെയ്തു കൊടുത്താൽ ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് പൊറുക്കപ്പെടണം. അത് തന്നെയാണ് ഏറ്റവും വലിയ മാർഗം. അപ്പം നമ്മൾ തസ്ബീഹ് പിടിച്ചിട്ട് അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ ഞാൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ പൊരുത്തപ്പെട്ട് തരണം, പൊറുക്കലിനെ തേടുന്നു എന്നുള്ളത് ഒരു തൗബൻ്റെ വാചകം തന്നെയാണ്. എന്നാൽ ക്രിയാത്മകമായി തൗബ എന്ന് പറഞ്ഞത് നമ്മുടെ കുടുംബത്തിലുള്ള ഉമ്മാക്ക് അല്ലെങ്കിൽ വല്യമ്മാക്ക് സഹോദരിമാർക്ക് അവർ ആശുപത്രിയിൽ കൊണ്ടുപോവുക, അവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുക. ചിലപ്പോൾ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഒരു മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വരും. ക്യൂ നിന്ന് ടോക്കൺ എടുക്കുക, അല്ലെങ്കിൽ ക്യൂ നിന്ന് ഡോക്ടറെ കാണിക്കുക. അത് കഴിഞ്ഞ് അവരെ കയ്യ് പിടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നാക്കുക. അപ്പോൾ തന്നെ വൈകുന്നേരം കാണാൻ എൻ്റെ ഊരക്ക് വേദന, അപ്പോൾ വേറെ ഡോക്ടറെ അടുത്തേക്ക് പോവുക. കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ ഉള്ളിലൊക്കെ ഒരു ഇടങ്ങേറും അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും. ഞാൻ മാത്രം തന്നെ ഉള്ളൂ, ഇപ്പോൾ എല്ലാത്തിനും എന്നെ മാത്രം വിളിക്കണം, വേറെയും മക്കളുണ്ടല്ലോ, അല്ലെങ്കിൽ വേറെയും കുടുംബക്കാരുണ്ടല്ലോ, എപ്പോഴും ആശുപത്രിക്ക് പോരാണ് എന്ന് നമ്മുടെ മനസ്സുകൊണ്ട് ഇങ്ങനെ ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുമ്പോൾ മനുഷ്യ സഹജമാണ്. പക്ഷെ അതിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അതിൻ്റെ കൂലികളൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ, അള്ളാഹു അതിനൊക്കെ നൽകുന്ന പ്രതിഫലങ്ങളും അള്ളാഹുവിൻ്റെ റിളയും മനസ്സിലാക്കുകയാണെങ്കിൽ, ഒരിക്കലും ഒരു ചെറിയ വിഷമം പോലും മനസ്സിലുണ്ടാകാൻ പറ്റൂല, ഉണ്ടാവില്ല. ഇപ്പം എത്ര വലിയ തെറ്റ് ചെയ്ത മനുഷ്യനോട് നീ ആ പള്ളിയിൽ പോയിട്ട് തൗബ ചെയ്യുക എന്നല്ല പറഞ്ഞത്. നിന്റെ തൗബ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഉമ്മാക്ക് ഹിദ്മത്തെടുക്കുക, ഉമ്മല്ലേ നമ്മാൻ്റെ സഹോദരിമാർക്ക് ഹിദ്മത്തെടുക്കുക.
അപ്പൊ ഈ ബന്ധങ്ങൾ സൂക്ഷിക്കുക. അപ്പൊ അതോടുകൂടെ നിന്റെ തെറ്റുകൾ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും. ഫബിർറഹ, നീ അവർക്ക് നന്മ ചെയ്തോ. നബിതങ്ങളുടെ ഏറ്റവും നല്ല ഉപദേശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങളും സംഭവങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന, പഠിക്കുന്ന, അവിടുത്തെ ജന്മം ഉള്ള ഈ റബീഉൽ അവ്വലിൽ നമ്മൾ നബിതങ്ങളുടെ ഈ ഒരു സാംസ്കാരികമായി നമുക്ക് നൽകുന്ന വലിയ അധ്യാപനങ്ങൾ അതാണ് പ്രാവർത്തികമാക്കേണ്ടത്. നബിതങ്ങൾ അവസാനത്തെ പ്രസംഗമാണ് ഹജ്ജത്തുൽ വദാ, വിടവാങ്ങൽ പ്രസംഗം. അറഫ മൈതാനിയിൽ വെച്ച് നബിതങ്ങൾ നടത്തിയ പ്രസിദ്ധമായ അവിടുത്തെ മനുഷ്യാവകാശ പ്രഖ്യാപന പ്രസംഗം. നബിതങ്ങൾ അവിടുത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞത് ഈ ബന്ധങ്ങളെക്കുറിച്ചാണ് അവിടുത്തെ വിടവാങ്ങൽ പ്രസംഗം. ഇനി മദീനത്ത് എത്തിയപ്പോഴോ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി ആദ്യമായി മദീനത്ത് ചെന്നിട്ട് നബിതങ്ങൾ നടത്തുന്ന ഒരു ഉപദേശമുണ്ട്. അഫ്ഷുസ്സലാം അത്ഇമുത്തആം, അഫ്ഷുസ്സലാം അത്ഇമുത്തആം വസ്സിലുൽ അർഹാം വസല്ലു ബില്ലൈലി വന്നാസു നിയാം. ഇതാണ് 4 കാര്യം നബിതങ്ങൾ പറഞ്ഞത്. ഫസ്റ്റായിട്ട് മദീനത്തേക്ക് എത്തുക. മക്കയിൽ നിന്ന് മദീനത്തേക്ക് എത്തി, നബിതങ്ങളെ മദീനക്കാരെ സ്വീകരിച്ചു. നബിതങ്ങൾ അവിടെ എത്തിയ ഉടനെ തന്നെ കൊടുക്കുന്ന ഉപദേശം അഫ്ഷുസ്സലാം, എല്ലാവരും സലാം പറഞ്ഞു തുടങ്ങണം കേട്ടോ. പരസ്പരം സലാം കൊടുക്കണം. അത് മനുഷ്യന്റെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കും. കാണുമ്പോൾ ഒന്ന് സലാം പറയാം, അത് നിങ്ങൾ പതിവാക്കണം. രണ്ടാമത്തേത് വാത്തുഇമുത്തആം, മറ്റുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക. അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ഭക്ഷണം ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ നമ്മളൊരു ഫുഡ് വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ക്ഷണിച്ച് ഭക്ഷണം കൊടുക്കുക. അതൊക്കെ മനുഷ്യന്മാർക്ക് തമ്മിലുള്ള അകൽച്ചകൾ കുറയാനും ബന്ധങ്ങൾ വർദ്ധിക്കാനും പറ്റും. മൂന്നാമത്തേത് നബിതങ്ങൾ പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന വസീലുൽ അർഹാം, നിങ്ങൾ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ പുലർത്തിക്കൊണ്ടായിരിക്കുക. ഇത് 3 ബന്ധങ്ങളെ പറ്റിയാണ്. ഇത് പറഞ്ഞിട്ടാണ് 4ാമത് പറഞ്ഞത് വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം. മനുഷ്യന്മാരൊക്കെ രാത്രി കൂർക്കം വലിച്ച് കടന്നുറങ്ങുമ്പോൾ പാതിരാത്രിയൊക്കെ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുകയും, അപ്പൊ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയെന്ന് പറയുന്നതിന് മുമ്പ് 3 വട്ടം പറഞ്ഞതും നിങ്ങൾക്കിടയിൽ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ ജനങ്ങൾക്ക് സലാം പറയുക, കുടുംബം പുലർത്തുക, ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക, ഇങ്ങനെ ആൾക്കാരുമായിട്ട് വല്ല ബന്ധം ഉണ്ടാക്കിയിട്ട് പിന്നെ രാത്രി നിസ്കരിക്കുകയും. അപ്പൊ ആരാധനകളുടെ, അള്ളാഹുവിന് സമർപ്പിക്കേണ്ട ആരാധനകളുടെ ആ പ്രാർത്ഥനയുടെ മുന്നോടിയായിട്ട് ചെയ്യേണ്ടത്, ഇവിടെ ചെയ്യേണ്ട ചില ക്ലിയറൻസുകളുണ്ട്. അതന്നെയാണ് ഇപ്പോൾ ഈ ഹദീസിനൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അത് കഴിഞ്ഞിട്ട് മതി രാത്രിയുടെ നിസ്കാരം, അപ്പോഴേ ഇതിന് സ്വീകാര്യത ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഹദീസിൽ വലിയ പാഠം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ന് കുടുംബങ്ങളൊക്കെ അകലങ്ങളിലാണ്. കുടുംബയോഗം ഉണ്ടാവും, കുടുംബത്തിന് അസോസിയേഷൻ ഉണ്ടാവും, എല്ലാം ഉണ്ടാകുമെങ്കിലും ഏതെങ്കിലുമൊക്കെ ആൾക്കാരുമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പണക്കുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. അത് അവർക്ക് സേവനം ചെയ്യാം, ഹിദ്മത്തെടുക്കുക, പൊരുത്തപ്പെടിക്കുക. ചെയ്തു പോയ തെറ്റുകൾക്കുള്ള തൗബ പോലും കുടുംബത്തിലുള്ള നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് സേവനം ചെയ്യലാണെന്ന എത്ര വലിയ സന്ദേശമാണ് ത്വഹാ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഹൃദയം ഇങ്ങനെ പിടച്ചിട്ട് നിക്കക്കല്ലില്ലാതെ ബേജാറായിട്ട് എന്താ ചെയ്യുക, എന്താ കാട്ടുക, എന്താ പ്രഭ്യ ചെയ്യുക, എനിക്ക് തൗബ ഉണ്ടാകുമെന്ന് പേടിച്ച് വിഷമിച്ച് പ്രയാസപ്പെട്ട് നബിതങ്ങളുടെ മുമ്പിൽ സങ്കടം തുറന്നു പറഞ്ഞപ്പോൾ, ആ സങ്കടത്തിന്റെ ഭീമമായ വിഷമം നബിതങ്ങളുടെ മുമ്പിൽ തുറന്നു വിട്ടപ്പോൾ ഒറ്റ മറുപടിയുള്ളൂ, എനിക്ക് ഉമ്മണ്ടടാ, ഇല്ല. ഇളയമുണ്ടോ? ഉണ്ട്. എന്നിട്ട് പോയി ഓർക്ക് വേണ്ടി സേവനം ചെയ്തോ, എൻ്റെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടും. അവൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൗബന്റെ വഴിയാണിത്. ഇളയമ്മ, മൂത്തമ്മ, വല്യമ്മ, അഞ്ചത്തിമാർ, ഏട്ടത്തിമാർ, വാപ്പാനഞ്ച ഏട്ടന്മാർ, ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സേവനം ചെയ്യാൻ അവസരം കിട്ടിയാൽ, അവരുടെ ചിലപ്പോൾ വണ്ടി ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അവരെ വണ്ടി കയറ്റിയിട്ട് ഒന്ന് ആശുപത്രി കൊണ്ടുപോകാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യമുണ്ട്, അത് ചെയ്തു കൊടുക്കുക. അത് തൗബയാണ്. ചെയ്തു പോയ തെറ്റ് പുറക്കപ്പെടാനുള്ള തൗബയാണ്. ഒരുപക്ഷെ ഇനി 10,000 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞതിനേക്കാൾ കേട്ടോ, അല്ലെങ്കിൽ തൗബ ചെയ്ത് കരടയിനേക്കാൾ ഈ തൗബകളെ കൊണ്ട് സ്വീകരിക്കപ്പെടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ അറിയോ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ മനുഷ്യന്മാരുണ്ടാവും. അവർ നമ്മളടുത്ത് ചിലപ്പോൾ അവർക്ക് പിന്നെ ഇബാദത്തൊക്കെ കുറവായിരിക്കും. നമ്മളെ മാതിരി നിസ്കാരം, നമ്മളെ മാതിരിയുള്ള ഇബാദത്തൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അവർ ഈ വിഷയത്തിൽ ഉഷാറായിരിക്കും. ഒരാൾക്ക് വയ്യാന്ന് കേട്ടാൽ, ഒരാൾക്ക് സുഖമില്ലാന്ന് കേട്ടാൽ അവിടെ പാഞ്ഞെത്തും, ഓടിയെത്തും, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അപ്പോൾ അവർ ചെയ്ത തെറ്റുകളൊക്കെ അള്ളാഹ് പുറത്തു കൊടുത്തിട്ടുണ്ടാവും.
അതുകൊണ്ട് തന്നെ നബിയുനാ ഷഫീഉനാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീത്ത് പാടാക്കണം. ഈ ഹദീത്തൊക്കെ നമ്മളെ പൊന്നുങ്ങളും കേൾക്കണം കേട്ടോ. നമ്മൾ കാരണം തെറ്റുകൾ ചെയ്ത് ഇഷ്ടംപോലെ സംഭവിച്ചു പോവാണ്. അത് പൊറുക്കപ്പെടാനുള്ള നന്മകൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കണം, അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് തൗബ ഉണ്ടോ എന്ന് ചോദിച്ച ആളോട് അത് സാറിൻ്റെ തൗബ ഉണ്ട്, ഇസ്തിഗ്ഫാർ 100 ചെല്ല്, അല്ലെങ്കിൽ ഒരു 100 സ്വലാത്ത് ചെല്ല്, ഏതായാലും തെറ്റൊക്കെ പറ്റി രജി പോയിട്ട് പള്ളിയിൽ പോയി നിസ്കരിച്ച് എന്നൊക്കെ പറഞ്ഞതിന് പുറമെ ഇടത്തേക്ക് ചോദിക്കണം എനിക്ക് ഉമ്മ ഉണ്ടോ അളയമ്മ ഉണ്ടോ എന്നൊക്കെയാണ്. ഈ ഒരു സന്ദേശം എത്രമാത്രം നമുക്ക് വലിയ ഗുണം നൽകുന്നുണ്ട്, ഗുണപാഠം നൽകുന്നുണ്ട്. അല്ലാഹു തആല മനസ്സിലാക്കാനും പഠിക്കാനും ബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കാനുള്ള നല്ല മനസ്സ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.